ഹലോ എവരിവൺ. ഞാനിപ്പം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു സീക്രട്ടാണ് പറയാൻ പോകുന്നത് നിങ്ങളോട്. ഒരു വിജയ രഹസ്യം. അയാൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബോള് കട്ട് ചെയ്ത് വന്ന് ഔട്ടാന്ന് വിചാരിക്കുക. പാടിന് ഇടപഴകിയോ അല്ല അങ്ങനെയോ എങ്ങനെയും വന്ന് ഔട്ടാന്ന് വിചാരിക്കുക. പുള്ളിയുടെ ഫുട് വർക്കിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. ഇദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ പോകുന്നതിന് മുമ്പ് ഒബ്സർവ് ചെയ്യും എവിടെയാണ് ബോൾ കുത്തിയത്, ആ ബോള് എതിലെ ടേൺ ചെയ്ത് എങ്ങനെ കയറി, എവിടെയാണ് പുള്ളിക്ക് ഗ്യാപ്പ് ഉണ്ടായത്. ഇനി സ്നിക്കറാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ച് നോക്കൂ, അതിൻ്റെ വിക്കറ്റ് നോക്കൂ, ബോൾ എവിടെയാണ് കുത്തിയെന്ന് നോക്കൂ. ഇത് നോക്കി ഇദ്ദേഹം നടന്നു പോകുന്ന വഴിക്ക് തിരിഞ്ഞൊന്നുകൂടെ നോക്കൂ. മറ്റുള്ള പ്ലേയേഴ്സ് എല്ലാം പുള്ളിയുടെ ഔട്ടായത് ആഘോഷിക്കുമായിരിക്കും. ഇതാണ് ഒബ്സർവേഷൻ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, പവർ ഓഫ് വൈ, പവർ ഓഫ് ഹൗ. ഇതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി. സക്സസ് ആയിട്ടുള്ള എല്ലാ സ്പോർട്സ് പീപ്പിളും ബിസിനസ് പീപ്പിളും എല്ലാം ചെയ്യുന്ന ഇതാണ്. ഏത് മേഖലയിലായിക്കോട്ടെ, സക്സസ് ആയവർ നിങ്ങൾ നിരീക്ഷിക്കും, മനസ്സിലായാൽ മതി. അവർക്ക് ഇത് രണ്ടിത് ചെയ്യും. കാര്യം അവർക്ക് നിരീക്ഷണമുണ്ട്, അവർ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് ആ ഉണ്ടായ സംഭവം അത് റിപ്പീറ്റ് ചെയ്യിക്കാൻ നോക്കും. പുള്ളിയുടെ ഫുട് വർക്കിന് ഒരു പ്രശ്നമായിരിക്കാം. അത് എന്താണ് അവിടെ പ്രശ്നം പറ്റിയത്, അത് വേറെ ആളോട് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടത്തില്ല. പുള്ളി മാസ്റ്ററാണ്. വേറെ എവിടെ നിന്ന് ആരോട് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം കിട്ടത്തില്ല. പുള്ളി തന്നെ നിരീക്ഷിച്ച് കണ്ടെത്തണം. കാര്യം പുള്ളിയെപ്പോലത്തിന് ഭാഷ വേറെ ഇല്ല. അതുകൊണ്ട് അത് വേറെ ആളോട് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടത്തില്ല. അത് ഇങ്ങനെ തന്നെ നിരീക്ഷിച്ച് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ എവിടെയെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ, അതിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷനുണ്ട്. എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ വൻ പരാജയത്തിലേക്ക് പോകും. സക്സസ്സിലേക്ക് പോകുന്നതിൻ്റെ വലിയൊരു സീക്രട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ.